ജഗ്ദീപ് ധൻഖറിന്റെ രാജിയാണ്. ഉപരാഷ്ട്രപതിയായി ഇനി അടുത്ത് ആര് വരും എന്നുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ്. ബി.ജെ.പിയിൽ നിന്നുള്ള ഒരാൾ ആ സ്ഥാനത്ത് എത്തുമെന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. ബി.ജെ.പി നേതാക്കളുടെ അതൃപ്തിയാണ് ധൻഖറിന്റെ രാജിക്ക് പിന്നിലെന്ന സൂചനകൾ ശക്തമാണ്. ഏതാണ്ട് ആ രീതിയിൽ തന്നെയുള്ള സ്ഥിരീകരണവും വരികയാണ്. പക്ഷേ ഇതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒന്നും വരുന്നില്ല. ഒരു കാര്യം രാജ്യത്തിന് അറിയേണ്ടതുണ്ട്, എന്താണ് ഉപരാഷ്ട്രപതിയുടെ രാജിക്ക് പിന്നിലെന്ന്. പക്ഷേ ഇക്കാര്യം വ്യക്തമാക്കുവാൻ ഇതുവരെ കേന്ദ്ര സർക്കാരോ ബി.ജെ.പിയോ തയ്യാറായിട്ടില്ല എന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്ന ചോദ്യത്തിന് കൂടുതൽ മുൻഗണന കിട്ടുന്നത് ഇപ്പോഴും രാംനാഥ് ഠാക്കൂറിനാണല്ലോ, ഇല്ലേ? ആ രീതിയിൽ തന്നെയല്ലേ ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഇന്നലെ വരെ മഞ്ജുഷ് ഏതാണ്ട് ആ തരത്തിലായിരുന്നു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ചുള്ള ചില നീക്കങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. തുടർന്നാണ് രാംനാഥ് ഠാക്കൂറിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നായിരുന്നു സൂചനകൾ. പക്ഷേ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, പ്രത്യേകിച്ചും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നതനുസരിച്ച് പുതിയ രാഷ്ട്രപതി ബി.ജെ.പിയിൽ തന്നെയാകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും വസുന്ധര രാജെ സിന്ധ്യയുടെ പേര് ചർച്ചയിലുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി കലഹിച്ച് മാറി നിൽക്കുന്ന നേതാവ് കൂടിയാണ് വസുന്ധര സിന്ധ്യ. അവർക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകിയാൽ ആ തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. മറ്റൊരു പേര് ജെ.പി. നഡ്ഡയുടേതാണ്. അത് നേരത്തെ മുതൽ തന്നെ ജെ.പി. നഡ്ഡയുടെ പേര് പ്രഥമ സ്ഥാനത്തുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പ്രധാനപ്പെട്ട മറ്റൊരു പേര് പുതുതായി ഉയർന്നു വന്നത് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി ബന്ധപ്പെട്ടാണ്. കാശ്മീരിലെ പല വിഷയങ്ങളിലും ബി.ജെ.പിക്ക് വലിയ മേൽക്കൈ നേടിക്കൊടുത്ത ലഫ്റ്റനന്റ് ഗവർണർ കൂടിയാണ് മനോജ് സിൻഹ. സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ബി.ജെ.പിയിലെ ചില നേതാക്കളെങ്കിലും വിചാരിക്കുകയും ആ പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതുവരെ എന്താണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിലുള്ള കാര്യം എന്ന് തുറന്നു പറയാൻ ഒരു കേന്ദ്രങ്ങളും ഇല്ലല്ലോ. പക്ഷെ രാജ്യത്തിന് അത് അറിയേണ്ട കാര്യമാണല്ലോ, എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി പൊടുന്നനെ രാജിവെക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇതിലേക്ക് വിരൽ ചൂട്ടത് ഒന്നും പുതുതായിട്ട് പുറത്തേക്ക് വരുന്നില്ലല്ലോ. തീർച്ചയായും അതുതന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളെ, പ്രത്യേകിച്ചും ദേശീയ നേതാക്കളെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ധൻഖർ രാജിവെച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ രാജിക്ക് പിറകിൽ എന്ത് എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും തലസ്ഥാനത്ത് ഒരുപാട് കഥകളായി പ്രചരിക്കുന്നുണ്ട്. അതിലൊന്ന് മഞ്ജുഷ, പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, രാഷ്ട്രപതിയാകാൻ ജഗ്ദീപ് ധൻഖർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും ആ തരത്തിലുള്ള തൻ്റെ നീക്കം അല്ലെങ്കിൽ ലക്ഷ്യം ചില ബി.ജെ.പി. നേതാക്കളെ അറിയിച്ചിരുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. ഒരു തരത്തിലും ഇത്തരത്തിൽ ധൻഖറിനെ രാഷ്ട്രപതിയാക്കാനുള്ള ലക്ഷ്യം ബി.ജെ.പിക്ക് ഇല്ല എന്ന സൂചനകൾ ധൻഖർ നൽകുകയും ചെയ്തു. അത് ധൻഖറിന്റെ ഭാഗത്ത് നിന്നും വലിയ അസംതൃപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള സൂചനകൾ കൂടി ഈ തരത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കൾക്കിടയിലുണ്ടായ വലിയ അതൃപ്തിയാണ് ധൻഖറിന്റെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരികയാണ്. മറ്റൊരു കാര്യം, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായാണ് ധൻഖർ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത് എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. കാരണം ഉപരാഷ്ട്രപതിയെ പോലെ ഒരാൾ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയെ കാണാൻ കൂടിക്കാഴ്ചയ്ക്കൊക്കെ നേരത്തെ സമയം ചോദിക്കണം, സമയം അനുവദിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ സന്ദർശനമായിരുന്നു ധൻഖറിൻ്റേത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് രാഷ്ട്രപതി വൃത്തങ്ങളെയും ഭവൻ വൃത്തങ്ങളെയും അമ്പരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് അരമണിക്കൂറോളം ധൻഖർ അവിടെ കാത്തിരുന്നതിന് ശേഷമാണ് രാഷ്ട്രപതിയെ കാണാൻ സാധിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായ നാടകീയമായ ഒരുപാട് സംഭവവികാസങ്ങൾക്കൊടുവിലാണ് രാജിയിലെ കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ രാജി സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. സാധാരണ ഉപരാഷ്ട്രപതിയൊക്കെ സ്ഥാനമൊഴിയുമ്പോൾ കൃത്യമായ സ്വീകരണം അല്ലെങ്കിൽ യാത്രയയപ്പ് ഒക്കെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത്തവണ അത് ഉണ്ടാകില്ല എന്ന കൃത്യമായ സൂചനകൾ തന്നെ ബി.ജെ.പി. കേന്ദ്രങ്ങൾ നൽകുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയ അതിർത്തിയിലേക്ക് പാർട്ടിയിൽ കാര്യങ്ങൾ എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പിന്നിലുള്ള യഥാർത്ഥ വസ്തുത എന്ന് ഇതുവരെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.